വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമുക്കിന്ന് കുറച്ച് നേരത്തിനുള്ളിൽ എങ്ങനെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ ഡ്രൈകൾ ഉണ്ടാക്കാൻ നോക്കിയാലോ. പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു കാര്യം പറയുന്നുണ്ട്, ഇത് അധികം നാൾ നീണ്ടു നിൽക്കുന്ന ഒരു ഹെയർ ഡ്രൈകളേ അല്ല. കാരണം നമ്മൾ അരിപ്പൊടി അല്ലെങ്കിൽ മൈദ വെച്ചിട്ടാണ് ഉണ്ടാക്കുക സാധാരണ. അപ്പം ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും കോൺഫ്ലവറാണ് വേണ്ടത് ഇതിനായിട്ട്. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് അല്ല വേണ്ടത്. കോൺഫ്ലവറും ഫെവിക്കോളും പിന്നെ വിനാഗറും ഓയിലാണ് അതിന് വേണ്ടിയിരുന്നത്. പക്ഷേ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ അതിന് തന്നെ കുറച്ച് വെള്ളം വേണം നമുക്ക്, പിന്നെ അരിപ്പൊടി വേണം. അത് എത്രയായാലും നമുക്ക് കുഴപ്പമില്ല കേട്ടോ. പിന്നെ അതിനുള്ള ഉപ്പ് വേണം. പിന്നെ 2 പേപ്പർ കപ്പാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് എണ്ണയും കൂടെ ഞാൻ ഇതിൻ്റെ ഉള്ളിലായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേണ്ടത് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറും പിന്നെ ഫോയിൽ പേപ്പർ ഉണ്ടാവുമല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ ഫോയിൽ പേപ്പർ. അതുണ്ടെങ്കിൽ അതാണ് എടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അതില്ലാത്ത കാരണം ഞാൻ ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് കവറാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ എടുക്കാൻ ആയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് കാണാം. ആദ്യം തന്നെ നമുക്കൊരു ഗ്ലാസ് അല്ലെങ്കിൽ പേപ്പർ കപ്പ് എടുത്തിട്ട് ഒരു നുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കുറച്ചാണ് വെള്ളം ഒഴിക്കുന്നുള്ളൂ. കാരണം നമ്മൾ അരിപ്പൊടി മിക്സ് ആക്കാനല്ലാണ്ട് അത്രയ്ക്കും വെള്ളം തന്നെ ഇതിൻ്റെ ഉള്ളിലും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഓവർ വെള്ളമായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സാധനം ശരിക്കും റെഡി ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഉപ്പിട്ട് കൊടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ ഉപ്പ് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഈ ഒരു ഉപ്പ് അലിയാൻ നിൽക്കണ വരെ ഒരു 5-10 മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ അപ്പം ഞാൻ ഈ ഒരു സാധനം ഉണ്ടാക്കണത് ഈ ഒരു പ്ലേറ്റിലാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം ഉണ്ടെങ്കിലൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ മാക്സിമം ഒരു അരിപ്പൊടി ഏകദേശം ഒരു കണക്ക് വെച്ച് പറയുകയാണെങ്കിൽ ഞാനൊരു 4 സ്പൂൺ വരെയാണ് ഈ ഒരു അരിപ്പൊടി ഇത്രയും എടുത്തിരിക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്ര എടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അരിപ്പൊടി ഇല്ല, ഇപ്പോൾ മൈദയാണില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൈദ നമുക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ കോൺഫ്ലവർ ഈ ഒരു മെത്തേഡിന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതൊരിക്കലും ഒരു ഹെയർ ഡ്രൈ ക്ലേ ആയിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നന്നായിട്ട് സെറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഉപ്പിൻ്റെ തരികളൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഒന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് പൊടിപ്പായ കാരണം വേഗം തന്നെ അലിയും. നമ്മൾ കല്ലുപ്പ് എടുക്കാണ്ടിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറേ നേരം എടുക്കും കേട്ടോ അതൊന്ന് അലിഞ്ഞ് കിട്ടാനായിട്ട്. അപ്പോൾ പ്രത്യേകം തന്നെ പൊടിയുപ്പ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു പ്ലേറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പാകത്തിനനുസരിച്ച് ബാക്കി ഇടാനായിട്ട് കുറച്ച് നമുക്കൊന്ന് എടുത്ത് വയ്ക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കുറച്ചീശയായിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ഉപ്പും വെള്ളവും ഇല്ലേ, ഉപ്പ് വെള്ളം നമുക്കൊന്ന് പകുതിയായിട്ട് ഇങ്ങനെ കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലാണ് വരെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊരു പ്രിസർവൻസും ഉപയോഗിക്കാത്ത കാരണം തന്നെ ആകെ കുറച്ച് നാളത്തേക്ക് നിൽക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് ഉപയോഗിക്കണമെന്ന് പറയണത് കുറച്ച് ഉപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതധികം നാളെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ കുറച്ച് അധികം നാളെ നിൽക്കുന്ന പോലത്തെ സാധനങ്ങളും ഒന്നും ചെയ്യാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എൻ്റെ കയ്യിൽ കോൺഫ്ലവർ ഞാൻ വാങ്ങിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇതുകൊണ്ടുള്ള ഇതേപോലത്തെ സാധനത്തിൽ തന്നെ നമുക്ക് കോൺഫ്ലവർ കൊണ്ടും ജസ്റ്റ് ഒന്ന് ചെയ്തിട്ടൊന്ന് പരീക്ഷിച്ച് നോക്കാം. നമ്മളിപ്പോൾ യൂട്യൂബിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല ആൾക്കാർ പല ഇതിലാണ് കൊടുക്കാറുള്ളത്. മെഷർമെൻറ്റ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തീരെ ഇത് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അധികം മെഷർമെൻറ്റ്സ് ഒന്നും എടുക്കാണ്ട് തന്നെ ഞാനിപ്പോൾ ഒരു മെഷർമെൻറ്റിലല്ല ഇത് എടുത്തിരിക്കുന്നത്. അരിപ്പൊടി മാത്രം കൃത്യം 4 സ്പൂൺ പറഞ്ഞിട്ട് ആ ഒരു കണക്കിൽ മാത്രമാണ് ഞാൻ ഇതൊന്നും എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതപ്പോൾ ഏകദേശം ഒരു ചപ്പാത്തി മാവിൻ്റെ രൂപത്തിലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഈ ബാക്കി വെച്ച അരിപ്പൊടിയും കൂടി ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഫുള്ള് ചേർത്ത് കൊടുക്കാം.
ഇത് ഞാൻ കുറച്ചാണ് ഇപ്പോൾ ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ എത്രത്തോളം സക്സസ് ആയി എന്ന് അറിഞ്ഞിട്ട് ബാക്കി ഉണ്ടാക്കാം കേട്ടോ. നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ 1-2 ദിവസമൊക്കെ എടുത്താലാണ് ഇത് ഫുള്ളായിട്ട് നമുക്കൊന്ന് സെറ്റായിട്ട് കിട്ടുള്ളൂ കേട്ടോ. 1-2 ദിവസം ഫുള്ള് ഇതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവറിൽ പോയിട്ട് വേണം വയ്ക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് കേട്ടോ നമുക്കിത് ശരിയായിട്ടൊരു എയർ ടൈറ്റിലെ പോലെ കിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയണത്. പിന്നെ ഇതിൻ്റെ ഉള്ളിലൊന്നും കൂടെ ഒന്ന് വേസ്റ്റ് ചെയ്യാണ്ട് നമുക്ക് അതും കൂടെ ഒന്നിട്ട് എടുത്തിട്ടൊന്ന് ആക്കാം. അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ അധികമായിട്ട് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് എണ്ണ നമുക്കൊന്ന് സെറ്റായിട്ടിരിക്കാനും അതുപോലെ തന്നെ കുറച്ച് കാലത്തേക്കൊന്ന് നിൽക്കാനായിട്ട് കുറച്ച് എണ്ണ ഞാനിപ്പോൾ ഇത്ര എണ്ണയാണ് എടുക്കണത്. സാധാ തേങ്ങേൻ്റെ ഒരു എണ്ണ ഉണ്ടാവുമല്ലോ, അതാണ് കേട്ടോ ഞാനിപ്പോൾ എടുക്കണത്. ഇത് നമുക്ക് കുറച്ച് എണ്ണ തേച്ചപ്പോൾ നല്ല സോഫ്റ്റ് പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് ഉരുളിയാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ആക്കി നോക്കിക്കഴിഞ്ഞാൽ ടിയർ ഡോപ്പ് ഷേപ്പ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പകരം ഇതുപോലെയാണ് നമുക്ക് കൃത്യം ഇങ്ങനാണ്ട് മുറിക്കില്ലേ, അതുപോലെയാണ് കേട്ടോ ഇങ്ങനെ നമ്മളൊന്ന് വിളിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക. ഞാനൊന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യണ സമയത്ത് ഇതുപോലെ തന്നെയാണ് കിട്ടണേന്ന് ഒന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇനി നമുക്ക് ഇതിനൊന്ന് പ്ലാസ്റ്റിക് കവറിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് നന്നായിട്ടൊന്ന് എണ്ണ ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പം ഞാനിതിപ്പോൾ ഏത് ചാനലിൽ നിന്നാണ് എടുത്തതെന്നൊന്നും പറയണില്ല, കാരണം പലരും പല വ്യത്യസ്തമായിട്ടാണ് ചെയ്യുക കേട്ടോ. അപ്പം നന്നായിട്ട് ഇതിൻ്റെ പുറം ഭാഗത്തൊക്കെ ഒന്ന് എണ്ണ തേച്ചിട്ട് ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് എടുക്കാം. നന്നായിട്ട് തന്നെ എണ്ണ ആയിക്കോട്ടെ കേട്ടോ, അതിന് കുഴപ്പമില്ല. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കണം. ഒരു ദിവസം ഫുള്ളായിട്ട് ഇത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളിത് എടുത്തു നോക്കാൻ പാടുള്ളൂ. അപ്പോൾ വീഡിയോ അത്യാവശ്യം ലോങ് ആയിട്ടുണ്ട്, കാരണം ഞാനൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റിൽ എടുത്ത് തീരാൻ ഉദ്ദേശിച്ചൊരു വീഡിയോ ആയിരുന്നു ഇത്. കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇത് പോയിട്ട് ഒരു 10 മിനിറ്റോളം ഇത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കൃത്യമായിട്ട് ഒന്ന് ഉരുട്ടിയിട്ടാണ് വെച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അത് കൃത്യം ഒരു കയ്യിൽ നമ്മളിങ്ങനെ കോഴിക്കട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്രയും പോകുന്ന സൈസിൽ തന്നെയാണ് ഇതിപ്പോൾ എനിക്കും ഒരു 4 സ്പൂൺ നമ്മുടെ അരിപ്പൊടി ഒന്ന് എടുത്തപ്പോൾ കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്ക് പ്ലേറ്റിലൊക്കെ ഉള്ളത് ഞാനൊന്നിങ്ങനെ എടുക്കുന്നുണ്ട്. പുറത്തുനിന്ന് അരിപ്പൊടി വേണമെങ്കിൽ ഒന്ന് കട്ടിയായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. ഇനി ഇത് ഈ ഒരു സാധനത്തിൻ്റെ ഒരു കവറാണ്. കവറിൻ്റെ ഉള്ളിലോട്ടൊന്ന് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഞാനിപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു 1.5 ദിവസം കഴിഞ്ഞിട്ടാണ്. അതായത് ഇന്നിപ്പോൾ ഞാനിതിപ്പോൾ കൃത്യസമയം നോക്കിയിട്ടല്ല വെച്ചിരിക്കുന്നത്, ഏകദേശം ഒരു 3 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ സമയത്ത് വെച്ചിട്ടാണ് ഇരിക്കണത്. അപ്പോൾ ഇനി ഞാൻ പിറ്റേ ദിവസം മറ്റന്നാൾ ഏകദേശം ഒരു 12 മണിയോട് കൂടിയിട്ട് എടുക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിങ്ങനെയാണെന്ന് കൃത്യ സമയം ഒന്നും പറയണില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു സെറ്റാവണമെന്ന് നോക്കണം നമ്മൾ, അത് ഉറപ്പാണ്. അല്ലെങ്കിൽ ഇത് ഫുള്ള് കട്ട പിടിച്ചിട്ട് കയ്യിൽ ഫുള്ളായിട്ട് പൂട്ടോ. അപ്പോൾ നമ്മൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇത് നമ്മൾ 1 ദിവസം കഴിഞ്ഞിട്ട് തുറക്കണ വീഡിയോ ഉള്ളതായിരിക്കും, ഷോർട്സ് ആയിട്ട് ഉള്ളതായിരിക്കും. പിന്നെ നമ്മൾ ഈ വീക്കിൽ സക്സസ് ആയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് വെച്ചിട്ട് കുറച്ച് DIYs ഒക്കെ ചെയ്യേണ്ടതായിരിക്കും. അപ്പോൾ നിങ്ങൾ അധികം മറക്കാണ്ട് കാണുക. അപ്പോൾ ഇതുവരെയായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. ലൈക്ക് ഇപ്പം തന്നെ ചെയ്യുക. പിന്നെ നമ്മൾ ഗിവ് അവേ മാർക്ക് ഉണ്ടാട്ടോ. അപ്പോൾ ജൂണിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഒരു
100K ആയി കഴിഞ്ഞാൽ ഒരു ഗിവ് അവേ ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 50K ഒക്കെ മതി കേട്ടോ ഗിവ് അവേക്ക്. ഞാൻ അങ്ങനെ കൃത്യമായിട്ടൊരു റൂൾ പറയണില്ല. ഏകദേശം ഒരു 50K അടുത്ത് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു സ്കൂൾ തുറക്കണേൻ്റെ ആ ഒരു ടൈമിലായിട്ട് ഗിവ് അവേ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ബൈ ബൈ.